ജീവിതാനുഭവങ്ങളെ പലതും പഠിപ്പിച്ചുമുണ്ടക്കലമ്മേ. ഇനി അവരവര് ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് മാറിയേ പറ്റൂ. ഇവരുടെ സംസാരത്തില് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ കൂടെ പോയാ നിങ്ങൾ കൂടി ഇല്ലാതെയാകും. ഇവര് പോകുന്നത് ഒരു ദുർമരണത്തിലേക്കാ, തിരിച്ചു വരാത്തൊരു യാത്ര. അവര് സമാധാനമായിട്ടൊന്ന് പോയിട്ട് വരട്ടെ എന്റെ മരുമകന്റെ അമ്മേ. നിങ്ങൾ കേറി ഇടങ്ങേറുണ്ടാക്കല്ലേ. ആ മോളെ, റൂം ക്ലീൻ ആക്കിയില്ലേ? ആ റെഡി ആയമ്മേ. എന്നാ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അയ്യോ, കാറിൽ നിന്ന് എന്റെ പെട്ടിയൊന്നും എടുത്തില്ല. എന്താ പ്രിയക്കൊരു ടെൻഷൻ പോലെ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വന്നത് പ്രിയക്ക് ഇഷ്ടായില്ലേ? അയ്യോ, അതൊന്നും കൊണ്ടല്ല. ഞങ്ങളുടെ ഒരു ചെറിയ വീടല്ലേ, വലിയ ബംഗ്ലാവൊന്നും അല്ലല്ലോ. അതാണോ? പ്രിയേ, ഒരുമയുണ്ടെങ്കിൽ ഒലക്ക പുറത്തും കിടക്കാന്നാ പഴംപുരാണം. മാഡം, ഞാനെടുക്കാം. വാ മാഡം. വാ മാഡം. എന്താ പ്രിയേ? മാപ്പാക്കണം, ഒളിവിലാണ്, ഒറ്റരുത്. ജയ, എന്താ ജയ? എഴുന്നേക്ക് ജയ. എഴുന്നേക്കൂല. ജയ, എഴുന്നേക്ക്, എഴുന്നേക്ക്. മേഡം എന്നെ രക്ഷിക്കണം. ആ ആനന്ദം പിള്ള കാരണം ഞാനും പോലീസ് നിരീക്ഷണത്തില. പോലീസുകാരനെ പിടിച്ച പൊറോട്ട അടിക്കുന്ന പോലെ അടിക്കും മേഡം. ആര് കണ്ടാലും ഒരെണ്ണം തരാനുള്ള മുഖഭാവമാണല്ലോ എനിക്കിപ്പോ. അതുകൊണ്ട് ഈ മുറിയിൽ ഒളിവിൽ കഴിയാൻ മേഡം അനുവദിക്കണം പ്ലീസ്. അത് മാത്രമല്ല, പോലീസിൽ നിന്ന് മേഡം എന്നെ രക്ഷിക്കുകയും കൂടെ വേണം. ഇവൻ എനിക്കൊരു ചാവേറ. ഇരിക്കട്ടെ, ആവശ്യമുണ്ട്. അതിനെന്താ, ജയനി മുറിയിൽ ഒളിവി താമസിച്ചോളൂ. ഓ, അത് മാത്രമല്ല, ഇത് നിങ്ങളുടെ ബെഡ്റൂം അല്ലേ? നിങ്ങളുടെ ബെഡ്റൂം ഞാൻ കയ്യേറുന്നത് ശരിയല്ലല്ലോ. ഇതായിരുന്നല്ലേ ടെൻഷൻ? ഇത് രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? എനിക്കേ ഇവിടെ ഒരു ചെറിയ മുറി മതി. ജയൻ സ്വസ്ഥായിട്ടിരുന്നു. മാഡം, എന്താ ജയ? ഞാൻ ഒളിവിലാണെന്നുള്ള കാര്യം ഈ വീട്ടിലുള്ള മറ്റാരും അറിയരുത്. പ്രത്യേകിച്ചും എന്റെ തള്ള കൊച്ചമണി. അവരെന്നെ കൊണ്ടുപോകാൻ പോത്തിന്റെ പുറത്ത് കിടക്കുന്ന യമകാലത്തിയാണ്. ഇല്ല ജയ, ഞാൻ ആരോടും പറയില്ല. വാ. അടച്ചോ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. എന്താ മാഡം, ആ മുറി ഇഷ്ടപ്പെട്ടില്ലേ? അത്രയും വലിയ മുറി മാഡത്തിന് വേണ്ടെന്ന്. ഞാനിവിടെ സുഖവാസത്തിനൊന്നും വന്നതല്ലല്ലോ രാധമ്മേ. നിങ്ങളോടൊപ്പം പരസ്പരം സ്നേഹിച്ച് വളരെ സന്തോഷത്തോടെ കുറച്ച് ദിവസം താമസിക്കണം. ഈറ്റപ്പുലി പെട്ടെന്ന് ചക്കിപ്പൂച്ചയായോ? എനിക്ക് ഇവിടുത്തെ ഏതെങ്കിലും ചെറിയ മുറി മതി. ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒക്കെ മടുത്തു, അതുകൊണ്ടാ. ഇവർക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട്. അത് കടുവയുടെ അടവാ.
അമ്പിക ആളങ്ങ് മാറിപ്പോയി. ജീവിതാനുഭവങ്ങളെ പലതും പഠിപ്പിച്ചുമുണ്ടക്കലമ്മേ. ഇനി അവരവര് ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് മാറിയേ പറ്റൂ. ഇവരുടെ സംസാരത്തില് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അത് തിരിച്ചറിയണം. മാഡം വാ, ചെറിയ മുറി ഞാൻ കാണിച്ചു തരാം. ഉം. ശരി. മാഡം വാ. വരൂ മാഡം. എനിക്ക് ഈ മുറി മതി രാധമ്മേ. ഇത് വളരെ ചെറിയ മുറിയല്ലേ മാഡം, സൗകര്യങ്ങൾ തീരെ കുറവാ. ഏയ്, ഇത് തന്നെ ധാരാളം. ജീവിതം തന്നെ ആകെ മാറി മറിഞ്ഞില്ലേ രാധമ്മേ. ഇനി എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായൊരു മാറ്റം ഉണ്ടായല്ലേ പറ്റൂ. ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ ഒന്ന് ചിന്തിക്കണ്ടേ? അങ്ങനെ ചിന്തിച്ച എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഏതായാലും ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. രാധമ്മ ചെല്ലേ കേട്ടോ. ശരി മാഡം. അല്ല, നിങ്ങളുടെ സംസാരത്തിനൊക്കെ ഒരു സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ടല്ലോ. എന്താ ഉദ്ദേശം? അപ്പോ അതൊക്കെ നീ ശ്രദ്ധിച്ചു അല്ലേ? പിന്നെ നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കാതെ ഇരിക്കോ? അതുകൊണ്ട് തന്നെയാ ചോദിച്ചത്. എന്താ നിങ്ങളുടെ പ്ലാൻ എന്ന്? എന്റെ പ്ലാൻ എന്താണെന്നേ നിനക്ക് വഴിയേ മനസ്സിലായിക്കോളും. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇത് ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീടല്ല, എന്റെ ഹസ്ബൻഡിന്റെ വീടാ. ഇവിടെയുള്ളവരൊക്കെ പാവങ്ങളും വളരെ നല്ല മനുഷ്യരോ. ദയവായി നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഈ നല്ല മനുഷ്യരുടെ സ്വസ്ഥത കളയരുത്. പ്രശ്നം ഉണ്ടാക്കാതെ അംബിക തോറ്റു കൊടുക്കുന്നു നീ കരുതിയോ? ഒരിക്കലും തോറ്റുപോയെന്ന് കരുതിയേ ഇനി ഒരിക്കലും ഞാൻ ജയിക്കില്ലെന്ന് നീ കരുതിയോ? ഓടിയെത്താൻ അംബിക തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ മുന്നിൽ ആരാണെന്നോ പിന്നിൽ ആരാണെന്നോ ഞാൻ നോക്കില്ല.